ജൂലൈ 25, 2024. ഇന്നിപ്പം ജൂലൈ 25, 2026. ഞാനിവിടെ ദുബായിലിപ്പം വന്നിട്ടിപ്പം 2 കൊല്ലം. ഈ 2 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പഠിച്ചെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസം, നമ്മുടെ നാടും വീടും വിട്ട് നമ്മൾ മറ്റൊരു നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഞാനെന്നൊരു വ്യക്തി ഇപ്പം ഇവിടെ വന്നിട്ട് 2 കൊല്ലമായി. നമ്മൾ പ്രവാസ ജീവിതത്തിൽ എന്ത് പഠിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു 1 month എങ്കിലും ഇവിടെ വന്ന് നിന്ന് ഒരു മനുഷ്യന് മനസ്സിലാവും എന്താണ് പ്രവാസം. ഓരോ മനുഷ്യന്മാരെ മനസ്സിലാകാം. നിറം മാറുന്ന ഓന്തിനെ പോലെയുള്ള മനുഷ്യന്മാരുണ്ടെന്ന് വരെ മനസ്സിലാകണം. അതുപോലെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും, ഇവരെല്ലാവരും വിട്ട് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, 1 മാസം അവധി. ആ ഒരൊറ്റ മാസം അവധിക്ക് വേണ്ടി ഇവിടെ വന്ന് മാസങ്ങൾ 10-12 മാസം അല്ലെ 1 കൊല്ലം 2 കൊല്ലം കിടന്ന് പണിയെടുത്തിട്ട് ആ ഒരൊറ്റ മാസം നാട്ടിൽ ചെല്ലും. ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ ഒരു അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ ഇതിന്റെ പുറകെ നമ്മൾ കുറേ ഓരോ മനുഷ്യരെ നമ്മൾ കാണും. അതെല്ലാം ഒരു ചാപ്റ്ററാണ്. അവര് വരും, അവര് പോകും. അത് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും. ഇതെല്ലാം സത്യം പറഞ്ഞ ഒരു പ്രവാസം പറഞ്ഞാൽ ഒരു ലൂപ്പ് പോലെയാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മളെ വിശപ്പ് അടുക്കി വെക്കാൻ പഠിച്ചു. പിന്നെ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെ 1 മിനിറ്റിന്റെ വിലയൊക്കെ എന്താണെന്നുള്ളതിന്റെ ഒരു വില പഠിച്ചു ഞാൻ. നമുക്ക് വീട്ടിൽ കയറി ചെന്നാൽ നമുക്ക് ഫുഡ് ഉണ്ടെന്നുള്ള ഉറപ്പെങ്കിലും ഉള്ള ഒരു ഇതുണ്ട്. ഇവിടെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ എല്ലാ കറികളും വെച്ചുണ്ടാക്കി, ഒന്നും അറിയാത്ത ഞാൻ വരെ നമ്മൾ ചോറ് വെച്ച് കറി വെച്ച് എല്ലാം നമ്മൾ പഠിച്ചു വന്നു. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. 2 കൊല്ലം എനിക്കറിയത്തില്ല എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതമാണ്. സാക്രിഫൈസ് ചെയ്യണം. ഓരോ നിമിഷം കടന്നു പോകുള്ളൂ. കുറേ കാര്യങ്ങൾ പഠിച്ച്, ഓരോ മനുഷ്യന്മാരെ പഠിച്ച്. പണമാണ് മുഖ്യം. ഈ ഒരു ലോകത്ത് നമുക്ക് എന്തിനേക്കാൾ മുഖ്യം പണം. പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇവിടെ നമുക്കൊരു വില വരെ ഉള്ളൂ. അത് ഇവിടുന്ന് നമ്മൾ നാട്ടിൽ ചെന്നാലും ഇവിടെ നിന്നാൽ പോലും അത്രേ ഉള്ളൂ. അതൊരു വല്ലാത്തൊരു പഠിപ്പിൽ തന്നെ ഞാൻ പഠിച്ചത്, പൈസ. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമാണ്. ഒരു സമയത്തിൻ്റെ സാഹചര്യം നമ്മൾ എങ്ങനെ മാറി മറിയും നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഡ്യൂട്ടി കഴിയാനുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ പഠിക്കും. അന്നേരം നമ്മൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ആയി നമ്മൾ ആശുപത്രി കിടക്കുന്ന ടൈമിലാണെങ്കിൽ വലിയൊരു സമയം കടന്നു പോകാൻ വേണ്ടി ശരിക്കും നമ്മൾ ചിന്തിക്കും എങ്ങനെ ഈ സമയം പോകും. അതൊരു വല്ലാത്തൊരു നിമിഷം. അത് ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ്, 1 മിനിറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രവാസി എന്ന ഞാനിപ്പം ഇത്രയും പഠിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും താങ്ക് യു. ഐ എം എ പ്രവാസി. ദിസ് വീഡിയോ ഫോർ ഓൾ പ്രവാസി. താങ്ക് യു. നമ്മൾ ഏതൊരു കഷ്ടപ്പെടുന്ന സമയത്തും ദൈവം നമ്മുടെ മുന്നിൽ ആരെയൊക്കെ കൊണ്ടുതരുന്നു പറയുന്നത് വെറുതെ അല്ല. എനിക്കും അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു. സ്പ്രെഡ് ലവ്.